ഗോത്ര കലാരൂപമായ പണിയ നൃത്തം ആദ്യമായി ഇത്തവണത്തെ സംസ്ഥാന കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. കലാരൂപം അവതരിപ്പിച്ച എല്ലാ ടീമുകൾക്കും എ ഗ്രേഡ് ലഭിച്ചതിന്റെ സന്തോഷം തുടിതാളം കൊട്ടി കുട്ടികൾ ആഘോഷമാക്കി. നിശാഗന്ധിയിൽ വെച്ച് നടന്ന ആഘോഷം കാണാം. സംസ്ഥാന കലോത്സവത്തിൽ ആദ്യമായിട്ടാണ് പണിയ നൃത്തം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ ടീമുകൾക്ക് എ ഗ്രേഡ് കിട്ടിയ ആഘോഷമാണ് നമുക്ക് പിന്നെ കാണുന്നത്. അവർ തന്നെ നൃത്തം കൊട്ടി അവർ തന്നെ ആഘോഷിക്കുകയാണ്. നമ്മുടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. നമുക്ക് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നാലോ? എന്ത് തോന്നുന്നു? എ ഗ്രേഡ് കിട്ടിയില്ലേ? ആദ്യമായി പണിയ നൃത്തം സംസ്ഥാന കലോത്സവത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് ആദ്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരമാണ്. എൻജോയ് ചെയ്തു. ഇത് സ്കൂളാണ്? കോട്ടയം ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ സ്കൂളിലെ കുട്ടികളാണ്. സന്തോഷത്തിന്റെ ഉന്മാദത്തിലാണോ? പിന്നെ ബാക്കി പാർട്ടിസിപ്പൻസ് ഒക്കെ എവിടെ? പണിയ നൃത്തം അവതരിപ്പിച്ച കുട്ടികളാണോ? ദേശമൊക്കെ മാറി നിൽക്കുകയാണ്, ആർമാദിക്കുകയാണ്. എന്ത് തോന്നുന്നു? എന്ത് സന്തോഷം? നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോടൊക്കെ സന്തോഷം എന്താ പറയുക? കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചോ? കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു സാറിനൊക്കെ? സാറില്ലേ ഇപ്പൊ ഇവിടെ? അപ്പൊ എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കുക. കൺഗ്രാറ്റ്സ്. ഇപ്പൊ വേറെ കുട്ടികളൊക്കെ എന്ത് സന്തോഷത്തിലാണോ? പിന്നെ എന്താ പറയാനുള്ള? പണിയ നൃത്തം അവതരിപ്പിച്ചിട്ട് ഫസ്റ്റ് ആയിട്ട് വന്ന് അവതരിപ്പിക്കുകയാണ്. എ ഗ്രേഡ് കിട്ടിയിട്ട് എൻജോയ് ചെയ്യുക, അർമാദിക്കുക. ഓക്കെ, നമുക്കിവിടെ നമ്മുടെ വാദ്യോപകരണം കൊട്ടിയ ചേട്ടനുണ്ട്. ചേട്ടാ, ഈ കൊട്ടിയ വാദ്യോപകരണത്തിന്റെ പേരെന്താണ്? ചേട്ടന് എന്ത് തോന്നുന്നു? തുടിയാണ് കൊട്ടിയതല്ലേ? അപ്പോ ചേട്ടൻ അവിടെ ആരെങ്കിലും പാർട്ടിസിപ്പൻസിന് കൂടെ വന്നെയാണോ? പരിശീലിപ്പിച്ച സാറാണ്. അപ്പൊ എന്താണ് സാർ പറയാ? അതെ, പഠിപ്പിച്ച് കൂടെ വന്നതാണ്. ഭയങ്കര ഒരു സന്തോഷം. ഗവൺമെന്റ് ഇങ്ങനത്തെ ഒരു ആദ്യമായിട്ട് ഒരു 5 കലാരൂപങ്ങൾ ട്രൈബലിൻ്റെ എടുത്ത് പഠിപ്പിക്കുകയും മറ്റുള്ളവരിൽ ഇത്രയും ഒരു എനർജിയോടെ നല്ല മാർക്കോടെ ജഡ്ജസ് നിന്ന ആൾക്കാരാണെങ്കിലും മറ്റുള്ള ആൾക്കാരാണെങ്കിലും ഒരുപോലെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഭയങ്കര ഒരു സന്തോഷം. ഏത് സ്കൂളിന്റെ ഭാഗമായിട്ട്, ഏത് ജില്ലയുടെ ഭാഗമായിട്ടാണ് വന്നത്? ഞങ്ങളിപ്പോൾ കാസർഗോഡ് ഉണ്ട്, കണ്ണൂരുണ്ട്. കേന്ദ്രീകരിച്ച് ഒരു കലാസംഘം ഉണ്ട്, ഗോത്ര കലാസംഘം. തുടിത്താളം എന്നാണ് പറയുന്ന പേര്. തുടിത്താളം കഴിഞ്ഞ 15 വർഷമായിട്ട് വയനാട് ജില്ലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘമാണ്. ആ സംഘത്തിലെ 12ഓളം കലാകാരന്മാർ പഠിപ്പിച്ച 13ഓളം ടീമുകൾ ഇവിടെ മത്സരിച്ചു എന്നുള്ളതാണ്. 12 കലാകാരന്മാർ വിവിധ ജില്ലയിൽ പോയി പഠിപ്പിച്ച് 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഇവിടെ സംസ്ഥാനത്ത് 13 ടീമുകൾ മത്സരിച്ചു. അത്രയും കുട്ടികളെ ഞങ്ങൾക്ക് ഇവിടെ പരിശീലിപ്പിച്ചു. മൊത്തം 13 ടീമുകളാണ് മത്സരിച്ചതല്ലേ? മൊത്തം എത്ര ടീമുകളുണ്ടായിരുന്നു? മൊത്തം 25 മുകളിൽ ടീം ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം 13ഓളം ടീമുകൾ നമ്മളുടെ ഈ സംഘത്തിലുള്ള ആളുകൾ പഠിപ്പിച്ച കുട്ടികളാണ്. അപ്പോൾ വലിയ അഭിമാനം, വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഒരു 2 കൊട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാവോ ചേട്ടാ? ഇത് കളിത്തുടിയാണ്. തണ്ടപ്പടം എന്ന് പറയും ഇതിൻ്റെ കൊട്ടിൻ്റെ പേര്. മഞ്ചേരി മലമ്പയ മഞ്ചാമു കിളച്ചു കാവേരി പുയലിയ നൂഞ്ചിയു പൊറുക്കി പുടി പുടി ഞണ്ടൂനെ പുടി ചുഗാജു കടി കടി ഞണ്ടൂനെ കടി ചുഗാജു മധു പുളി ചല ബന്ധുലമാക്കാവേ യാ ഓ ല ല ല ല ല ല ല ല ല. അപ്പോൾ 25ഓളം ടീമുകളാണ് ഏറ്റുമുട്ടിയതെന്നാണ് പറയുന്നത്. അതിനകത്ത് എല്ലാ ടീമുകൾക്ക് എ ഗ്രേഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ സന്തോഷമാണ്. ഇപ്പോൾ ഇവിടെ തുടിത്താളമാണ് കൊട്ടിയെ നമ്മൾ കേട്ടത്. ഭയങ്കര നമ്മുടെ ഗോത്രകലാ വിഭാഗങ്ങൾ ഇപ്പോൾ സംസ്ഥാന കലോത്സവത്തിൽ നമ്മളെ അവതരിപ്പിക്കാനുള്ള ചാൻസ് കിട്ടി. അതിൻ്റെ സന്തോഷത്തിലാണ് പലരും. കുട്ടികളൊക്കെ വേറെ ലെവൽ എനർജി, വേറെ ലെവൽ സന്തോഷം. കാരണം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അവരുടെ ഒരു എനർജി, കുട്ടികളുടെ മനസ്സിലുള്ള ആ ഒരു സന്തോഷം, ആ ഒരു എനർജി എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഭയങ്കര അർമാദം, ഭയങ്കര ആഘോഷം. ഞങ്ങൾ ഈ ബഹളം കേട്ടിട്ടാണ് അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് ഓടി എത്തുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര എനർജിയാണ്, ഭയങ്കര സന്തോഷം. ഗോത്രകലാ വിഭാഗങ്ങൾക്ക് അവർ അർഹിക്കുന്ന ഒരു പ്രാതിനിധ്യം നമ്മുടെ സംസ്ഥാന കലോത്സവത്തിലും കുട്ടികൾക്ക് അത് അവതരിപ്പിക്കാനുള്ള ആ ഒരു ചാൻസും കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ക്യാമറ പേഴ്സൺ അനന്തുവിനോടൊപ്പം സരിക സജി, ന്യൂസ് മലയാളം.